ബി.ജെ.പിയുടെ ഭാഗമാകുമ്പോൾ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ മാത്രമാണ് ബി.ജെ.പി ദേശീയ നേതൃത്വത്തിൽ നിന്നും പി.സി. ജോർജ് പ്രതീക്ഷിക്കുന്നതെന്ന് സൂചന. പത്തനംതിട്ട സീറ്റിൽ കടുംപിടുത്തമില്ല. എന്നാൽ സംസ്ഥാന നേതൃത്വം നൽകിയ സാധ്യതാ പട്ടികയിൽ പി.സി. ജോർജിന്റെ പേരുമുണ്ട്. നടൻ ഉണ്ണി മുകുന്ദനെയും പരിഗണിക്കുന്നു. അതുകൊണ്ട് തന്നെ മത്സരിക്കുന്ന സീറ്റിൽ പി.സി. ജോർജ് കടുംപിടുത്തം പിടിക്കുന്നില്ല. എന്നാൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ കേന്ദ്രത്തിന്റെയും ബി.ജെ.പിയുടെയും പിന്തുണ പി.സി. ജോർജ് ആഗ്രഹിക്കുന്നുണ്ട്. അതുറപ്പാക്കിയാണ് പി.സി. ജോർജിന്റെ ബി.ജെ.പിയിലേക്കുള്ള ചുവടുമാറ്റം. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും പരിവാർ നേതാവ് പ്രതീഷ് വിശ്വനാഥും നടത്തിയ നീക്കങ്ങളാണ് പി.സി. ജോർജിനെ ബി.ജെ.പിയുമായി അടുപ്പിക്കുന്നത്. ഇവർക്കൊപ്പം കേന്ദ്രമന്ത്രി വി മുരളീധരനും പി.സി. ജോർജിനെ കൊണ്ടുവരുന്നതിനെ അനുകൂലിച്ചു. പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതിനോട് അടക്കം നിർബന്ധമില്ലെന്ന നിലപാട് പി.സി. ജോർജും എടുത്തു. പി.സി. ജോർജിന് മതിയായ പരിഗണന ബി.ജെ.പി നൽകും. ദേശീയ ഭാരവാഹിത്വത്തിലേക്കോ മറ്റ് നിർണായക പദവികളിലോ എത്തിക്കും. ഇതിനൊപ്പം കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഷോൺ ജോർജിനും ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിൽ പദവി കിട്ടും. ഇതോടെ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ബി.ജെ.പിക്ക് പ്രതിനിധിയെ കിട്ടുകയാണ്. ഇതും നേട്ടമായി ബി.ജെ.പി വിലയിരുത്തുന്നുണ്ട്. ക്രൈസ്തവ സഭകളെയും നേതാക്കളെയും ബി.ജെ.പിയുമായി അടുപ്പിക്കാൻ പ്രത്യേക ടീമിനെ തന്നെ ബി.ജെ.പി നിയോഗിക്കുന്നു. ഇതിന്റെ ഭാഗമായി മതനേതാക്കൾ ഡൽഹിയിൽ പ്രധാനമന്ത്രി മോദിയുമായി പോലും കൂടിക്കാഴ്ച നടത്തി. സഭകളുടെ പരിപാടിയിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തു. അങ്ങനെ കൂടുതൽ അടുപ്പം സഭയുമായി ഉണ്ടാക്കി. ഇതിനൊപ്പമാണ് പി.സി. ജോർജിനെയും ബി.ജെ.പിയിൽ എത്തിക്കാനുള്ള ആലോചനകൾ തുടങ്ങിയതും. രാജീവ് ചന്ദ്രശേഖറിനൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിശ്വസ്തനായ പ്രതീഷ് വിശ്വനാഥും നിർണായക ഇടപെടൽ നടത്തി. ഇതിനൊടുവിലാണ് ഡൽഹി ചർച്ചകൾക്കായി പി.സി. ജോർജ് എത്തിയതും. ചർച്ചകളെല്ലാം പൂർണ്ണ വിജയമാവുകയും ചെയ്തു. ഉപാധികളൊന്നും ബി.ജെ.പി ദേശീയ നേതൃത്വത്തിന് മുന്നിൽ പി.സി. ജോർജ് വച്ചതുമില്ല. എക്സാലോജിക്കൽ വീണ വിജയനെതിരെ പരാതിയുമായി മുമ്പോട്ടു പോകുന്നത് ഷോൺ ജോർജാണ്. കമ്പനികാര്യ വകുപ്പിന് പരാതി നൽകിയ ഷോൺ ഹൈക്കോടതിയിലും നിയമ പോരാട്ടത്തിലാണ്. ഈ കേസിൽ കേന്ദ്ര സർക്കാരിനെ ഉറച്ച പിന്തുണ ഷോൺ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുറപ്പാക്കിയാണ് ജനപക്ഷം ബി.ജെ.പിക്ക് ഒപ്പം പോകുന്നത്. ഈ കേസിൽ കേന്ദ്ര ഏജൻസികളുടെ ഇനിയുള്ള ഇടപെടലുകൾ നിർണായകമാകും. പി.സി. ജോർജിനെ പല കേസുകളിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചു. ഒരു പരിധിക്ക് അപ്പുറം അത് വിജയിച്ചില്ല. ഇതിനുശേഷമാണ് എക്സാലോജിക്കിലടക്കം നിർണായക ഇടപെടലുകൾ ഷോൺ നടത്തിയതും. പരാതികളിൽ ഷോൺ ഉറച്ചു നിന്നതാണ് മാസപ്പടി ആരോപണത്തിൽ കമ്പനികാര്യ വകുപ്പിന്റെ അന്വേഷണം അനിവാര്യമാക്കിയത്. ഇതിൽ ഒത്തുതീർപ്പുകൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പിക്കും വിധമാണ് പി.സിയും മകനും ബി.ജെ.പി പാളയത്തിലെത്തുന്നത്. നേരത്തെ ജനപക്ഷം അധ്യക്ഷൻ പി.സി. ജോർജ് തന്നെയാണ് തന്റെ പാർട്ടി ബി.ജെ.പിയിൽ ലയിക്കുമെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയത്. ബി.ജെ.പിയിൽ ചേരണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരമെന്നും അതേസമയം ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിൽ ചർച്ചയൊന്നുമില്ലെന്നും പി.സി. ജോർജ് പറഞ്ഞിരുന്നു. ഡൽഹി ചർച്ചയിലും ഈ നിലപാട് തന്നെയാണ് പി.സി. ജോർജ് എടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ പി.സി. ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ നേരത്തെ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ വാശികളൊന്നുമില്ലെന്നാണ് പി.സി. ജോർജ് പറയുന്നത്.